ഹലോ ഗായ്സ്, അങ്ങനെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒരു അമ്പലം പോകുന്ന വ്ളോഗാണ്. അപ്പോൾ അതേ ഇപ്പോൾ അവിടെ ബ്ലൗസാണ് ഞാൻ ഇടുന്നത്. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതൊരു 2 കൊല്ലം മുന്നത്തെ ഒരു ഓണത്തിനെടുത്ത ഔട്ട്ഫിറ്റാണ് കേട്ടോ. അപ്പോൾ അതേ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി മേക്കപ്പും കൂടി ബാക്കിയുള്ളൂ കേട്ടോ. ഞാനിത് മേക്കപ്പ് ചെയ്യാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞത് എനിക്കധികം മേക്കപ്പ് സാധനങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഭാഗ്യം. അത് കഴിഞ്ഞ് മാച്ചിങ് കമ്മലൊക്കെ എടുത്ത് വെച്ചു. കാരണം കറക്റ്റ് ഗ്രീൻ കമ്മലുണ്ട്, പക്ഷേ അത് തപ്പിയെടുക്കാൻ വയ്യാത്ത കാരണം തൽക്കാലം ഈ കമ്മൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് പൗഡർ ഉണ്ട്, അതൊക്കെ തുടച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ കാർക്കൂന്തൽ കുറേ കൂടുതലുള്ള കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ചു, മുഖത്ത് പൗഡറൊക്കെ തുടച്ച് കളഞ്ഞു. ഈ കമ്മൽ ഓർഗനൈസറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കമ്മലുകളൊക്കെ ഒരുവിധം ഇതിൽ ഓർഗനൈസായി കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഫൈനൽ ഔട്ട്ലുക്ക് എങ്ങനെയാണ്. മുടി ഫുള്ള് മേപ്പിട്ട് മേലേക്ക് കെട്ടി വെച്ച് ബൺ ചെയ്ത് വെച്ചു കേട്ടോ. ഇത് കഴിഞ്ഞ് എന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ കോസ്റ്റ്യൂം ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കഴിഞ്ഞ് എന്താ എൻ്റെ ഹാൻഡ് ബാഗ് എന്താ തപ്പാന്ന് തോന്നുന്നു കേട്ടോ, ഓർമ്മയില്ല എന്താ സാധനം തപ്പിയായിരുന്നെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു കേട്ടോ. ഞങ്ങൾ പുറപ്പെടുമ്പോൾ ഞങ്ങൾ മുക്കാട്ടര വഴിയാണ് പോയത്, കാരണം നെല്ലങ്കര വഴിക്ക് കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഈ വഴി പോകുമ്പോൾ കുറേ മെമ്മറീസൊക്കെ നല്ല നല്ല ഓർമ്മകളൊക്കെ ഞങ്ങൾക്കുണ്ട്. കാരണം മുക്കാട്ടര സ്കൂളിൽ പഠിച്ചതിൻ്റെ മെമ്മറീസ് വഴി പോകുമ്പോൾ എപ്പോഴും നൊസ്റ്റു അടിക്കുന്നൊരു ഏരിയ ആണ് കേട്ടോ ഈ ഏരിയ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ ചെമ്പൂക്കാവ്, മറ്റേ നെല്ലങ്കര കഴിഞ്ഞ് ചെമ്പൂക്കാവ് വഴി പോകുമ്പോൾ ഒരു ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. എന്താ എന്നറിയില്ല, ഒരു ഭാഗം മാത്രം ടാർ ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് കണ്ട കുണ്ടും കുഴിയും മൊത്തം പ്രശ്നമാണ്, ഫുള്ള് പ്രശ്നം. ഈ റോഡിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ സെൻറ്റ് മേരീസ് കോളേജിൻ്റെ ആ ഭാഗമാണ്. വളരെ മോശമായ രീതിയിൽ ഇത് കണ്ട ഈ ഏരിയ ഫുള്ള് ടാർ ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ ഏരിയ ഭാഗിച്ചിട്ടാണെന്നാണോ എന്താണെന്ന് എനിക്കറിയുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിത് എല്ലാം കഴിഞ്ഞ് നിങ്ങളിവിടെ എത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ സ്വന്തം തൃശ്ശൂരുകാരുടെ സ്വന്തം അഹങ്കാരമായ വേറെ എവിടേക്കുമല്ല, പാറമേക്കാവ് അമ്പലത്തിലേക്കാണ് ഞാൻ ചെന്നത്. കാരണം 1-ാം തീയതി ആയിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ 2-ാം തീയതി ഇങ്ങനെ പോയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് ഭഗവതിനെ കാണാൻ വേണ്ടി ചെന്നു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്, ഇന്നാണെങ്കിൽ അത്യാവശ്യം കർക്കിടക ആയാലാണെന്ന് തോന്നുന്നു, അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ 30 ശനിയായ കാരണം തോന്നുന്നു. പിന്നെ കുറേ ടൂറിസ്റ്റ് ആൾക്കാർ, അതായത് നാലമ്പല ദർശനമൊക്കെ പോലെ തൃശ്ശൂരും വരുന്നുണ്ട് തോന്നും. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ തൊഴുതു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിട്ടോ. പ്രദക്ഷിണമൊക്കെ വെച്ച് കഴിഞ്ഞ് എന്താ പറയുക, ഇലച്ചെന്തിലെ പ്രസാദമൊക്കെ കിട്ടിയിട്ടോ. തിരുമേനിക്ക് പ്രസാദമൊക്കെ തന്നു. അത് കഴിഞ്ഞത് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പോവുകയാണ്. വേറെ എവിടേക്കും അല്ലാട്ടോ ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ അവിടെ വായനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ പ്രഭാഷണം ഒരു ചേച്ചി, ഒരു അമ്മൂമ്മ ഇരുന്ന് വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെരുപ്പൊക്കെ ഇട്ട്, കിളികളുടെ ഒച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെയധികം ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഈ അമ്പലം എന്ന് പറയുന്നത്. എല്ലാ ജില്ലക്കാരേക്കും നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാംസ്കാരിക നഗരം എന്ന് വിളിക്കുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല, തൃശ്ശൂർ റൗണ്ടിൽ ഇങ്ങനെ 2 അമ്പലം, മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന അമ്പലം. എന്തിന് നമ്മുടെ തൃശ്ശൂരുകാരുടെ സ്വന്തം അഹങ്കാരം എന്ന് തന്നെ പറയുന്നതാണ് ഈ ഒരു അമ്പലങ്ങൾ. കാരണം അതിന് ചുറ്റുമുള്ള തേക്കിൻകാട്, അതായത് വടക്കുന്നാഥൻ അമ്പലത്തിന് ചുറ്റുമുള്ള തേക്കിൻകാട് മൈതാനം തൃശ്ശൂരുകാരുടെ സ്വന്തം ഒരു അഹങ്കാരം തന്നെയാണ് പറയുമ്പോൾ കേട്ടോ. അപ്പോൾ ഭഗവതിയും ശിവനും നേർക്ക് നേരെ നോക്കി നിൽക്കുന്നു. അപ്പോൾ കപ്പലണ്ടിക്കാരൻ കപ്പലിനൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കപ്പലണ്ടിയൊക്കെ മേടിക്കാൻ തോന്നി. പക്ഷേ ഇനി തിരുവമ്പാടിക്ക് കൂടി പോകാനുള്ള കാരണം ഞാൻ കപ്പലണ്ടി ഒന്നും എടുത്തില്ല. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് പോസിറ്റീവ് എനർജി ഇങ്ങനെ കുറേ പേര് സൊറ പറയുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, നമ്മുടെ അഹങ്കാരം തന്നെ പറയാം. അമ്പലമാണ് മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത്, വളരെ വലിയൊരു അനുഗ്രഹമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ റൗണ്ടിൽ ഇങ്ങനെ കടകളൊക്കെ ഉള്ളത് ഏത് പ്രദേശത്താണ് ഉണ്ടാവുക? നമ്മുടെ തൃശ്ശൂരുകാരുടെ സ്വന്തം ഒരു അഹങ്കാരം തന്നെയാണ് കേട്ടോ. എത്ര പറഞ്ഞാലും എനിക്ക് വളരെ വലിയ സന്തോഷമാണ് നമ്മൾ തൃശ്ശൂരാന്ന് പറയുന്നത് തന്നെ. കാരണം നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ തൃശ്ശൂർ പൂരം, പിന്നെ അതേപോലെ തേക്കിൻകാട് മൈതാനം, അതേപോലെ കടകൾ, അതേപോലെ ഈ റൗണ്ടിൻ്റെ ഈ വടക്കുന്നാഥൻ്റെ 4 ഭാഗങ്ങൾ, തെക്കോട്ടിറക്കം, അതേപോലെ ഓരോ 4 എന്താ പറയുക, നെയ്തലക്കാവിലമ്മ തുറക്കുന്ന ഈ നാട്ടൊക്കെ വളരെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഭാഗങ്ങളാണ് കേട്ടോ. ഈ ഭാഗം നോക്കുകയാണെങ്കിൽ 4 ഭാഗം നമുക്ക് വടക്കുന്നാഥൻ നമ്മുടെ തൃശ്ശൂരിനെ കാവലായി നിൽക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. അപ്പം അങ്ങനെ ഞങ്ങൾ പോയോണ്ടിരിക്കുന്നത് വേറെ എവിടേക്കുള്ള തിരുവമ്പാടി ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ കണ്ണനെ കാണാനാണ് പോകുന്നത് കേട്ടോ. വടക്കുന്നാഥിൽ കയറാനുള്ള ടൈമില്ല. പിന്നെ വടക്കുന്നാഥിൽ കയറിയാൽ തന്നെ അങ്ങനെ ഒരു ക്ഷമയുള്ള ഒരാളല്ല എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ ഞങ്ങൾ പോയോണ്ടിരിക്കുന്നത് വേറെ എവിടേക്കും അല്ലതേ ഇവിടെ നിന്ന് നോക്കിയാലും കണ്ട വടക്കുന്നാഥൻ ഈ ഭാഗത്തേക്കും ഇരിക്കുന്നുണ്ട്, അപ്പുറത്തെ ഭാഗത്തേക്കും ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും വടക്കുന്നാഥൻ്റെ നിന്ന രീതിയിലാണ് തൃശ്ശൂർ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വീഡിയോസ് പിന്നാലെ വരുന്നതാണ്. അങ്ങനെ ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട്. ഇന്ന് പോരാത്തതിന് തൃശ്ശൂർ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയത് ഒരു ശനിയാഴ്ചയാണ്.
അപ്പം ഞാൻ വീഡിയോ ആണെന്ന് വേറെ ദിവസമൊക്കെ ആയിരിക്കും കേട്ടോ. അത് പിന്നെ ഇപ്പോൾ എവിടെ നോക്കിയാലും പരാഗ് ഫാഷൻ എവിടെ നോക്കിയാലും അതെ പരാഗുകാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിത് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴും അത് നല്ല അത്യാവശ്യത്തിന് ബ്ലോക്കും കാര്യങ്ങളും, പിന്നെ ബൈക്ക് ആയാലും കുത്തിച്ച് പോകാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടോ. കാറൊക്കെ കൊണ്ട് ഇറങ്ങുമ്പോൾ തന്നെ സൂക്ഷിക്കണം, കാരണം നല്ല രീതിയിൽ ബ്ലോക്ക്, നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടാകും കേട്ടോ. അത് രാവിലെ തുടങ്ങിയ ബ്ലോക്കാണ്, നല്ല വൈകുന്നേരം ആയാലും അത് തീർന്നുണ്ടാകുന്നില്ല കേട്ടോ. ഈ സൈഡിലില്ല, അപ്പുറത്തെ സൈഡിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അടുത്ത് എന്താ പറയുക, അമ്പലത്താറായപ്പോഴും ഞങ്ങൾക്ക് ശരിക്കും ബ്ലോക്ക് എന്താണെന്ന് മനസ്സിലായത് കേട്ടെ. ഓരോ വണ്ടിക്ക് അതിൻ്റെ ഓരോരോ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോ വണ്ടികൾ നിൽക്കുന്നത്. കാരണം എങ്ങാനും പെട്ടെന്ന് റിവേഴ്സ് എടുത്താൽ ബാക്ക് വണ്ടി ഇടിച്ചാലോ എന്ന് പേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുത്തിക്കയറി പോയി. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ പാലൊക്കെ മേടിക്കണം, തോംസൺ കാസിൽ നിന്ന് പാലൊക്കെ മേടിക്കണം എന്ന് ചോദിച്ചാണ് പുറപ്പെട്ടത്. പക്ഷേ ഞങ്ങൾ മറന്നുപോയി വഴിയിൽ നിന്ന്. ഞങ്ങളിപ്പോൾ തൊഴുത് വഴിയിൽ വണ്ടി വെക്കാനൊന്നും സ്ഥലം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ സൈഡിൽ എവിടെയാണ് വണ്ടി വെച്ചത്, അമ്പലത്തിൻ്റെ ബാക്കിലാണ് വണ്ടി വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ തൊഴുത് കഴിഞ്ഞതേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് നല്ല രീതിയിൽ മഴ കിട്ടി. അപ്പോൾ എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് വേറെ ഒന്നുമല്ല, ആൾക്ക് മാത്രം കോട്ട് എടുത്തിട്ടുണ്ടാകുന്നില്ല, എനിക്ക് കോട്ട് എടുത്തിട്ടുണ്ടാകുന്നില്ല. അങ്ങനെ ആ മഴ ഫുള്ള് ഞാൻ നല്ല ഇരുന്ന് കൊണ്ടു കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം മനസ്സിലാവണമെന്ന് എനിക്കറിയുന്നില്ല. നല്ല രീതിയിൽ മഴ, നല്ല അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾക്കൊരു ചെമ്പുക്കാവ് എത്തിയപ്പോൾ ഒരു തണുത്ത കാറ്റ് വീശപ്പോൾ തന്നെ ഞങ്ങൾക്ക് പണി കിട്ടി, മനസ്സിലായി പണി കിട്ടി എന്ന്. അതോടുകൂടി നല്ല ഇടി കുറവായിരുന്നു, മഴയും കിട്ടി. അങ്ങനെ നനഞ്ഞ് പിണ്ടിയായിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ എന്ത് വിശേഷത്തിലുള്ള. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.